അരിഞ്ഞേറ്റാ നിങ്ങൾ അരിഞ്ഞ ഷെഫീനതോ ഷാജിക്കെതിരെ ബഹളം വെച്ചിന്. നമുക്ക് ഓടിപ്പോയി ഷാജിദ കൂടെ കൂറ്റുകൂടാം. അതാകുമ്പോ നല്ല കൂട്ടായ്മയാണ്. അല്ല കൃഷ്ണ കഞ്ഞ ഞാനാണ് കഞ്ഞ. അല്ല എല്ലാവർക്കും സുഖല്ല. എന്നെ ഒരുപാട് ചീത്തയും തരി എന്നെ വിളിക്കല്ലേ. ഞാൻ വലിയ ഹൈപ്പില് ഷാജിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്ത്. പൊന്നാര മക്കളെ പാവമുണ്ട്, അതിനെ ആരും ഉപദ്രവിക്കരുതെന്നും പറഞ്ഞിട്ട്. ഓൾമോസ്റ്റ് ഒരുവിധ ആൾക്കാരോടൊക്കെ ജസ്ന സലീം ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഹലോ എന്താ കാര്യം എന്താ ചോദിച്ചാൽ പറയാന്ന്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷാജിയും ഷെഫീന ബീബിയും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഷാജിയുടെ മൂത്ത മകൻ ഷെഫീന ബീബിയെ വിളിച്ച് തെറി പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. പക്ഷേ ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് നമ്മുടെ വ്യാജ കൃഷ്ണഭക്തിയായ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി ഷാജിയെ വിളിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ചീത്തകളും എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. അതുകൂടി നമുക്ക് കാണാം. നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഷാജിദയുടെ മകൻ ഷെഫീന ബേബിയെ വിളിച്ച് തെറി പറയുന്ന ഓഡിയോ ക്ലിപ്പിന്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് ആദ്യമായി കേട്ടുവരാം. ഹലോ, ഷെഫീന യൂട്യൂബർ അല്ലേ? അതെ പറയൂ. ഷാജിദാന്റെ മോനാണ്. ഏത് ഷാജിദാന്ന് അറിയില്ലേ? എത്ര ഷാജിദാന്ന് അറിയാം? ഷാജിദാന്ന് അറിയില്ലേ? ഷാജിദ യൂട്യൂബറിന്റെ മോനാണ്. നിങ്ങൾ എന്താറിഞ്ഞിട്ടാണ് വല്ലാണ്ട് ഇങ്ങനെ വീഡിയോ ഞങ്ങളെ ചെയ്തതിനാക്കാൻ നിങ്ങളറിയാം. എന്ത് ഞങ്ങളെ ചെയ്തതിനെ കൊണ്ടാക്കാൻ നിങ്ങളാരാണ്? നിങ്ങളെ എവിടെ കൊണ്ടാക്കാൻ? നിങ്ങളെല്ലാം വീഡിയോയിൽ വേണേ ഞങ്ങളെ ചെയ്തതിന് മറ്റേ ഉണ്ടാക്കാൻ പറയണേ. നിങ്ങളാരാ? ഞാൻ ഒരു പൊതുവായ ഒരു വ്യക്തി. അതിന് നിങ്ങൾ ഞങ്ങളുടെ നിന്റെ കാര്യം പറയാനുള്ള അവകാശം ഉണ്ട് എനിക്ക്. നിന്റെ ഉമ്മ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് ഒരു പൊക്കത്തറയിട്ട അതേ കുറിച്ച് സംസാരിക്കാനുള്ള അവകാശം. അപ്പോൾ നിങ്ങൾ ആ ഓഡിയോ ക്ലിപ്പ് കേട്ട് കാണും. ഷാജിയുടെ മകൻ ഷെഫീന ബീബി എന്ന് പറയുന്ന ആൾ ഉറങ്ങുന്ന സമയത്ത് പുലച്ചക്കാണ് വിളിക്കുന്നത്. അതിനുശേഷം ആരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ഞാൻ ഷാജിയുടെ മകനാണ് എന്ന് പറയും, നിനക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മകൻ ലൗഡായിട്ട് മോശകരമായിട്ട് നിനക്ക് ഞങ്ങളെ അറിയില്ലല്ലേ, അങ്ങനെയൊക്കെയാണ് കുട്ടികൾ സംസാരിക്കുന്നത്. അപ്പോൾ ഷാജി അപ്പുറത്ത് നിന്നും പച്ച തെറിയാണ് വിളിച്ച് പറയുന്നത്. അത് തീർത്തും നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഏകദേശം ഈ ഓഡിയോ ക്ലിപ്പ് ഒരു 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന തെറിവിടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഷെഫീന ബീബി പറയുന്നുണ്ട്, നീ ഒരു അവസരം എന്താ എനിക്ക് തിരിച്ച് പറയാനെന്ന്. അതുപോലും ഷാജിദ കൊടുക്കുന്നില്ല. അതാണ് സത്യം. ഈ രീതിയിൽ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതൊരർത്ഥത്തിൽ നോക്കിയാലും അത് തെറ്റ് തന്നെയാണ്. അതിനെതിരെയാണ് ഷെഫീന ബീവി ഒരു വീഡിയോ ചെയ്യുകയും കുട്ടികളെ ജോവനേഴ്സ് ഹോമിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അത് രണ്ടുമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം. ഇവർ തമ്മിലുള്ള ആദ്യമായുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷാജിക്ക് ഗർഭമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷെഫീന ബീബി ഒരു വീഡിയോയുമായി ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇവർ തമ്മിൽ ഉടക്കുകൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പം അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഈ വിഷയം മുതലെടുത്തുകൊണ്ട് സാഹചര്യം മുതലാക്കാമെന്ന രൂപേണ നമ്മുടെ വ്യാജ കൃഷ്ണഭക്തിയായ ഒരു പെണ്ണുണ്ട് കേരളത്തിൽ. മുസ്ലിമാണോ അല്ല, ഹിന്ദുവാണോ അല്ല, ഇത് രണ്ടുമല്ലാത്ത ഒരാളാണ്. എന്നാൽ കൃഷ്ണഭക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണൻ്റെ ഫോട്ടോ കൊണ്ടുവെക്കാൻ പോവുകയും ചെയ്ത് അതിനുശേഷം ഹൈക്കോടതി നേരിട്ട് നിർദ്ദേശപ്രകാരം കേസെടുത്തപ്പോൾ കേസിൻ്റെ പുറകെ നടക്കുന്ന ഒരാളാണ് നമ്മുടെ ജസ്ന സലീം. ആ ജസ്ന സലീം ഈ സാഹചര്യം മുതലാക്കാൻ വേണ്ടി ഷാജിയെ വിളിക്കുകയും എന്താണ് മോളെ പറ്റിയത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ച് ഷാജിയോട് അവരുടെ തൊള്ളയിലുള്ള ചീത്തയും കേൾക്കേണ്ടി വന്നു. നമുക്ക് ആ കാര്യങ്ങൾ ജസ്ന സലീം വിവരിക്കുന്ന വീഡിയോ നമുക്ക് ഒന്ന് കണ്ടുവരാം. ഞാൻ വലിയ ഹൈപ്പില് ഷാജിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്ത്. പൊന്നാര മക്കളെ പാവമുണ്ട്, അതിനെ ആരും ഉപദ്രവിക്കരുതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ കൊച്ചിൻ്റെ നമ്പർ വീഡിയോസിലൊക്കെ തപ്പിപ്പിടിച്ച് ഞാൻ വിളിച്ചു. ഓൾമോസ്റ്റ് ഒരുവിധ ആൾക്കാരോടൊക്കെ ജസ്ന സലീം ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇനി ആ കൊച്ചിന് മനസ്സിലായിട്ടാണോ മനസ്സിലാവാഞ്ഞിട്ടാണോ എന്നറിയില്ല.
ഹലോ എന്താ കാര്യം എന്താ ചോദിച്ചാൽ പറയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോളെ ചൂടാവല്ലേ ചൂടാവല്ലേടോ എന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ചെയ്യാടോ എന്നും പറഞ്ഞ് ഞാൻ കട്ടാക്കി. വീഡിയോ എഡിറ്റ് ചെയ്യാടോ എന്നും പറഞ്ഞ് കട്ട് ചെയ്താൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്തിൻ്റെ കേടായിരുന്നു കർത്താവേ എനിക്ക്. എവിടോ കിടക്കുന്ന ഇതിനെടുത്ത് നമ്മൾ ടൗസറിൻ്റെ ഉള്ളിലിട്ട് എന്ന് പറയില്ലേ, അതേ അവസ്ഥ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു കൊച്ചിനെ പറ്റി നാട്ടുകാർ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ചെയ്തിരുന്നതിൽ ഒരു തെറ്റില്ല. കാരണം ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോയത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മുടെ തെറി ബീബിയുമായിട്ടാണ് ഇപ്പോഴത്തെ ഫൈറ്റ്. എന്തൊരു സ്നേഹമാണ് നമ്മുടെ ജസ്ന സലീം എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തിയാണ് ഈ ജസ്ന സലീം. നിങ്ങൾ ഇവരുടെ വീഡിയോ അന്ന് കാണുന്ന ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ഈ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അഭിപ്രായമായിരിക്കും. കാരണം ഈ ജസ്ന സലീമും അരുണേട്ടനും കൂടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും പരിചിതമായ കാര്യമാണ്. വളരെ മോശപ്പെട്ട ഒരു സ്ത്രീ കഥാപാത്രത്തിനുടമയാണ് ഈ സ്ത്രീ. കാരണം ഒന്നുകിൽ ജനിച്ച മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക, അത് ഈ സ്ത്രീ ചെയ്യുന്നില്ല. രണ്ടാമത് ഞാൻ കൃഷ്ണഭക്തിയാണെന്ന് പറയുന്നു, കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നു, അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ കൊടുത്ത് അതിനുശേഷം സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയി വൈറലായ ഒരു ഗേളാണ് ഈ കുട്ടി. അതിലൊന്നും നമ്മൾ യാതൊരു തെറ്റും പറയുന്നില്ല. എന്നിട്ട് പറയുകയാണ് വേണ്ടി വന്നാൽ ഞാൻ മതം സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടും കുത്തി അതുപോലെ തന്നെ ഈ മഫ്തിയൊക്കെ കഴിച്ചെറിയുന്ന വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ഞാൻ തന്നെ ഇതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടില്ലേ, പോയി കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഈ സ്ത്രീ ഇപ്പോൾ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഈ ഷഫീന ബീബിയുമായി പണ്ടേ ഉടക്കിലാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ വ്യാജ കൃഷ്ണഭക്ത. ഇവരെ തുറന്നു കാണിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു ലേഡി തന്നെയായിരുന്നു ഈ ഷഫീന എന്ന് പറയുന്ന ക്യാരക്ടർ. നമുക്ക് 100% അവരോട് എല്ലാ കാര്യത്തിലും യോജിപ്പില്ല എങ്കിലും പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവർ കാണിച്ച തൻ്റെ ഇടം തീർച്ചയായിട്ടും പ്രശംസനീയം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഷാജിദയെ വെച്ച് കളിച്ച് കളയാം എന്ന ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ട് കളിക്കാൻ വേണ്ടി വന്നതായിരുന്നു പാവം നമ്മുടെ കൃഷ്ണഭക്തയായ ജസ്ന സലീം. കിട്ടേണ്ടത് ഷാജിദ കയ്യിൽ നിന്ന് കിട്ടി. ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഷാജിദയോട് അങ്ങേയറ്റത്തിന് നന്ദിയുണ്ട്. കാരണം ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് പക്ക ഫ്രോഡാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ നിങ്ങൾക്ക് കാണാം 5 വർഷത്തിനിടയ്ക്ക് 3 പ്രാവശ്യം ആത്മഹത്യാ നാടകം നടത്തി അതുപോലെ തന്നെ കുപ്രസിദ്ധി നേടിയ ആൾ കൂടിയാണ് ഇത്. ഇവരുടെ ഭർത്താവ് വിദേശത്താണെന്ന് പറയുന്നു, അതുപോലെ തന്നെ അരുണേട്ടനാണ് എൻ്റെ എല്ലാം എന്ന് പറയുന്നു. അങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീയാണ്. തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഒരു നിമിഷം പോലും അവരെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുകയില്ല. ജസ്ന സലീമും ഈ സഫീന ബീവിയുമായുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, സഫീന ബീവി ഇവർ മറ്റേ ഹണി ട്രാപ്പ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുകയും ജസ്ന സലീമിനെ വെല്ലുവിളിക്കുകയുമായി ചെയ്തിരുന്നു. അതിൻ്റെ എതിരെ ഒരു കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് അതിനുശേഷം ജസ്ന സലീം സഫീന ബീവിയെ വെല്ലുവിളിക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഷഫീന ബീബിക്കുള്ള വെല്ലുവിളി ഇത്ര മാത്രമാണ്. ഞാനൊരു ഹണി ട്രാപ്പുകാരിയാണ് പോലും. എന്നെക്കുറിച്ച് ഇഷ്ടം പോലെ പരാതികൾ പല സ്റ്റേഷനുകളിൽ ഉണ്ട് പോലും. ഒരു പരാതി ഹണി ട്രാപ്പുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി ഷഫീന ബീബി കൊണ്ടുവരിക. അച്ഛാ, നീ പറയുന്നത് ഞാൻ ചെയ്യും. ഹണി ട്രാപ്പ് എവിടെയാണ് നടത്തിയത് എന്ന് തെളിയിക്കാൻ വേണ്ടി ഷഫീന ബീവിയെ സെലീന വെല്ലുവിളിക്കുന്ന വീഡിയോ ആണ് അത്. അതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം. തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിൽ എല്ലാം തന്നെ ഷഫീന ബീവി ഇവർക്ക് കാര്യമായ മറുപടി പക്ക ലൈവിലും അതുപോലെ തന്നെ വീഡിയോയിലും എല്ലാമായിട്ട് വളരെ വ്യക്തമായി കൊടുത്തതാണ്. ഷാജിയുടെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടൊന്ന് കലക്കിക്കളയാമെന്നൊരു പ്രതീക്ഷയിൽ വന്നതായിരുന്നു പാവം. പക്ഷേ അത് നടന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മുടെ ഈ കൃഷ്ണഭക്തയ്ക്ക് ഷാജിയുടെ പരിപാടി ചീറ്റിപ്പോയതിൽ മനന്നൊന്ത് ഒരു നല്ല വീഡിയോവുമായി ഷഫീന ബീവി ഇപ്പോൾ വന്നിട്ടുണ്ട്. അവർക്കുള്ള എല്ലാ മറുപടിയും ആ വീഡിയോയിൽ തന്നെ ഉണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കാണാം. നിങ്ങൾ അറിഞ്ഞ ഷെഫീനതോ ഷാജിക്കെതിരെ ബഹളം വെച്ചിന്. നമുക്ക് ഓടിപ്പോയി ഷാജിദ കൂടെ കൂറ്റുകൂടാം. അതാകുമ്പോ നല്ല കൂട്ടായ്മയാണ്. അല്ല കൃഷ്ണ കഞ്ഞാ ഞാനാണ് കഞ്ഞാ. അല്ല എല്ലാവർക്കും സുഖല്ല. എന്നെ ഒരുപാട് ചീത്തയും തരി എന്നെ വിളിക്കല്ലേ. ഞാൻ കുളിച്ചിരുന്നത് കാണഞ്ഞോ നിങ്ങക്ക്? ഞാൻ കുളിച്ചിരുന്നത് നിങ്ങക്ക് കാണഞ്ഞോ? ഞാൻ കാണിച്ചു തരാം. എനിക്ക് കുളിച്ചാനല്ല അരിഞ്ഞ അന്നട്ടാ. ഈ വ്യാജ കൃഷ്ണഭക്തിയായ ജസ്ന സലീം എന്ന് പറയുന്ന ലേഡിക്ക് ഇതിൽ കൂടുതൽ ഒരു മറുപടിയും കൊടുക്കാൻ വേണ്ടിയില്ല. തീർച്ചയായിട്ടും വളരെ അന്തസ്സായ രീതിയിൽ തന്നെയാണ് ഷഫീന ബീവി തിരിച്ച് മറുപടി കൊടുത്തത്. അവർക്ക് സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. എന്നാൽ ഷാജി ചെയ്തതും അങ്ങേയറ്റത്തെ മോശമായ പ്രവൃത്തിയാണ്. കാരണം സ്വന്തം
ഈ കാര്യത്തിലുള്ള പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ കുട്ടികളെ വലിച്ചയച്ചിട്ട് അവരെയും ഇതുപോലുള്ള പ്രവൃത്തികളിലേക്ക് കൊണ്ടുവരുന്നത് വളരെ മോശപ്പെട്ട ഒരു രീതിയാണ്. അവരും നാളെ ഈ ഷാജിദ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് പഠിച്ച് ഇത് സമൂഹത്തിലേക്ക് ഇനി അവരെങ്ങനെയായും വലുതായി വരിക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം അവർ കുട്ടികൾ ചെറിയ മക്കളൊന്നുമല്ല. +1 പഠിക്കുന്ന ചെക്കൻ എന്ന് പറയുമ്പോൾ ഏകദേശം 17 വയസ്സോട് അടുത്ത് പ്രായം വരുന്ന ഒരു മോനാണ്. ആ മോനെ വിട്ട് ഈ ചീത്ത പറയിപ്പിക്കുക അല്ലെങ്കിൽ അന്തസ്സിന് മോശകരമായ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് അതിനനുസരിച്ച് രൂപപ്പെടാനാണ് സാധ്യത തീർച്ചയായിട്ടും. ഇനി നാളെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ആ കുട്ടി ഇടപെടേണ്ടി വരുന്ന ഒരു അവസരം വരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഉമ്മ പറയുന്നത് പോലെ തന്നെ മകനും വിളിച്ച് പറയുന്ന ഒരു കാര്യം വരും. ആ ഒരു സമയത്താണ് ഇന്ന് ഷാജിദ നേരിടുന്നത് പോലെ അല്ല, അവനൊരു ആൺകുട്ടിയാണ്. അതുകൊണ്ട് മറ്റാൾക്കാരോട് ഇങ്ങനത്തെ തെറികളൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ച് തല്ലും കിട്ടും. അങ്ങനത്തെ കോലത്തിലേക്ക് കുട്ടികളെ പോറ്റാതെ നല്ല രീതിയിൽ നിന്റെ കാര്യങ്ങൾ നീ നോക്കി ജീവിക്കുന്നത് പോലെ കുട്ടികളെ അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം ഫ്രോഡ് പരിപാടികളിൽ നിന്ന് കുട്ടികളെ ഉപയോഗിക്കാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി നടന്നാൽ അത്രയ്ക്കെങ്കിലും ആ മക്കളെ നമുക്ക് നാളത്തേക്ക് നല്ലൊരു യുവാക്കളായിട്ട് നാളെ ഒരു നല്ലൊരു ഇന്ത്യൻ പൗരനാക്കി മാറ്റി വളർത്താൻ വേണ്ടി സാധിക്കുമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.